നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത 76-ാം എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് പരിശുദ്ധമായ വലിയ നോമ്പിലെ 6-ാം ഞായറാഴ്ച. സമിയോ ഞായർ എന്ന പേരിൽ കുരുടനായ ഒരു മനുഷ്യന് യേശു തമ്പുരാൻ സൗഖ്യം നൽകുന്ന സംഭവമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വചനഭാഗമാണ് ഈ സംഭവം അവതരിപ്പിക്കുന്നത്. സുവിശേഷങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അന്ധന് കാഴ്ച നൽകുന്ന സംഭവം 4 സുവിശേഷകന്മാരും അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ സമാന്തര സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്ന സംഭവമല്ല വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നത്. സമാന്തര സുവിശേഷകന്മാർ പ്രത്യേകമായും ഈ സംഭവം അന്ധനായ ബർത്തേമിയൂസിന് ലഭിക്കുന്ന സൗഖ്യമായിട്ട് വിവരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ മത്തായിയുടെ അവതരണമനുസരിച്ച് 2 അന്ധന്മാർക്ക് യേശു സൗഖ്യം നൽകുന്നതായിട്ട് വിവരിക്കുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ മറ്റൊരു സംഭവം ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നടക്കുന്നതായിട്ട് അവതരിപ്പിക്കുന്നു. സമാന്തര സുവിശേഷങ്ങളിൽ നാം കാണുന്ന അന്ധന് കാഴ്ച നൽകുന്ന ഈ സംഭവം പ്രത്യേകമായും ജെറീക്കോയില് നടക്കുന്ന ഒരു സംഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 7, 8, 9 അധ്യായങ്ങൾ യഹൂദരുടെ കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിലാണ് വിരചിതമായിരിക്കുന്നത്. കൂടാര തിരുനാൾ ജെറുസലേമിൽ നടക്കുമ്പോൾ ജെറുസലേം പട്ടണം മുഴുവൻ ദീപാലംകൃതമാകും. പ്രകാശം എന്നുള്ളത് കൂടാര തിരുനാളിന്റെ പ്രത്യേകമായ ഒരു ചിന്തയാണ്. അവിടെയാണ് യേശു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന്. അപ്പോൾ പ്രകാശം എന്നുള്ള ഈ ചിന്ത അന്ധതയ്ക്ക് ഉള്ള ഒരു മറുപടിയായി ഒരു അന്ധൻ യേശു കാഴ്ച നൽകുന്നതായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. അന്ധന് കാഴ്ച നൽകുന്ന സംഭവത്തിലൂടെ യേശു ലോകത്തിന്റെ പ്രകാശമാണെന്ന് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, ആത്മീയമായ അന്ധതയെക്കുറിച്ച് പറയുന്നതിനുള്ള ഒരു പശ്ചാത്തലമായിട്ട് ഈ 9-ാം അധ്യായത്തിലെ അന്ധനായ മനുഷ്യന് കാഴ്ച നൽകുന്ന സംഭവം അവതരിപ്പിക്കപ്പെടുന്നു. പകൽ രാത്രി എന്നുള്ള വിപരീതാത്മകമായ ചിന്തയും വാക്കുകളും യോഹന്നാന്റെ പ്രത്യേകതയാണ്. പ്രകാശത്തിന്റെ പ്രാധാന്യം കാണിക്കുവാൻ അന്ധകാരത്തെ അവതരിപ്പിക്കും. അന്ധത ഇപ്രകാരം അവതരിപ്പിക്കപ്പെടുന്ന ഒരു ചിന്തയാണ്. ഇന്ന് നാം കേൾക്കുന്ന ഈ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ വിവരിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അവിടെ അന്ധനായ മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന ഒരു സംഭവം, കാഴ്ച ലഭിച്ച ഈ മനുഷ്യനെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം. ആ ചോദ്യം ചെയ്യലിന് അവസാനം യേശു തമ്പുരാൻ ആത്മീയമായ അന്ധതയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. യേശുവും തന്റെ ശിഷ്യന്മാരും കൂടി ഈ ജെറുസലേമിന്റെ സമീപ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ അന്ധനെ കണ്ടിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഇവന്റെ അന്ധതയ്ക്ക് കാരണം ഇവന്റെ പാപമാണോ അതെയോ ഇവന്റെ മാതാപിതാക്കളുടെ പാപമാണോ? യഹൂദ ചിന്തയനുസരിച്ച് രോഗം
പാപത്തിന്റെ പരിണിത ഫലമാണ്. പ്രത്യേകിച്ചും ജന്മന അന്ധനായ മനുഷ്യൻ പാപത്തിന്റെ ശിക്ഷയായിട്ട് ഇത് ഏറ്റുവാങ്ങിയതാണ് എന്നുള്ള ചിന്ത യഹൂദരുടെ ഇടയിൽ സർവ്വസാധാരണമാണ്. അതുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാർ ഇപ്രകാരം ചോദിക്കുന്നത്, ഇവന്റെ പാപം മൂലമോ ഇവന്റെ മാതാപിതാക്കളുടെ പാപം മൂലമോ ഇവൻ അന്ധനായിരിക്കുന്നു. യേശു പറയുകയാണ്, ഇത് രണ്ടുമല്ല. ഇവന്റെ പാപം മൂലമോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലമോ അല്ല ഇവൻ അന്ധനായിരിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. യേശു ഇപ്രകാരം പറഞ്ഞ് തന്റെ ശിഷ്യന്മാരെ തിരുത്തുകയാണ്. അതേ തുടർന്ന് യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. അവൻ നിലത്ത് തുപ്പി അവന്റെ തുപ്പൽ ചേർത്ത് മണ്ണുമായി കുഴച്ച് ചെളിയുണ്ടാക്കി ഈ അന്ധനായ മനുഷ്യന്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് പറഞ്ഞു, നീ സീലോഹ കുളത്തിൽ പോയി കഴുകി തിരിച്ചു വരിക. സീലോഹ എന്ന് പറയുന്നത് ജെറുസലേമിനടുത്തുള്ള ഒരു കുളമാണ്. ആ വാക്കിന്റെ വാച്യാർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. സീലോഹ, ശ്ലീഹ എന്നുള്ള വാക്ക് അതിൽ നിന്നുമാണ് ഉണ്ടാകുക. യേശുവാണ് പിതാവിനാൽ അയക്കപ്പെട്ടവൻ. യേശുവിലൂടെയാണ് ഒരുത്തന് തൻ്റെ അന്ധത മാറി അവന് കാഴ്ച ലഭിക്കുക. ഈ വലിയ ചിന്ത പ്രതീകാത്മകമായി കൊടുക്കുകയാണ് യേശു അന്ധനായ മനുഷ്യനോട്. ഈ ശിലോഹ കുളത്തിൽ പോയി കഴുകി നിന്റെ കാഴ്ചയുള്ളവനായി തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് തുപ്പി ചെളി ഉണ്ടാക്കുന്നത്? യഹൂദ പാരമ്പര്യത്തിൽ ഇപ്രകാരം ഈ തുപ്പലിന് പ്രത്യേകമായൊരു അർത്ഥമുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ മാമോദീസായുടെ ക്രമത്തിൽ ഈ സുവിശേഷ ഭാഗം എപ്പോഴും വായിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായവും 5-ാം അധ്യായവും മാമോദീസായോട് ചേർത്ത് വായിക്കുമ്പോൾ 9-ാം അധ്യായവും വായിച്ചിരുന്നു എന്നാണ് പാരമ്പര്യം തെളിയിക്കുക. കൽദായ ആരാധനാക്രമത്തിൽ മാമോദീസയുടെ അവസരത്തിൽ ഒരു ശിശുവിന്റെ കൺപോളകളിൽ വൈദികൻ കാർമ്മികൻ തൻ്റെ തുപ്പൽ പുരട്ടുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. പിശാചിനെ ബഹിഷ്കരിക്കുന്ന കർമ്മത്തിൽ ഇപ്രകാരം ചെയ്തിരുന്നു. എക്സോർസിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തുപ്പലിന്റെ പ്രത്യേകമായ പ്രയോഗം നാം കാണുക. ഇപ്രകാരം അങ്ങനെയുള്ള തുപ്പൽ കൊണ്ടുണ്ടാക്കിയ ചെളി അവന്റെ കണ്ണിൽ പുരട്ടി ശിലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞപ്പോൾ അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നുവെന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ കാഴ്ച ലഭിച്ച് തിരിച്ചു വന്ന അന്ധനായ ഈ മനുഷ്യനോട് ചോദ്യം ചെയ്യുന്ന ഭാഗമാണ് തുടർന്നു വരുന്നത്. സാധാരണക്കാരായ അവനെ പരിചയമുള്ളവര്, അന്ധനായി അവനെ കണ്ടിട്ടുള്ളവര് അവനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിന്റെ കണ്ണ് തുറക്കപ്പെട്ടത്? അവൻ മറുപടി പറയുന്നു, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചെളി ഉണ്ടാക്കി എന്റെ കണ്ണിൽ പുരട്ടി സീലോഹ കുളത്തിൽ പോയി നീ കഴുകിയിട്ട് വരിക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടി. വീണ്ടും ഫരിസേയർ അവനോട് ചോദ്യം ചെയ്യുന്നു. ഫരിസേയർ പറയുകയാണ്, ഇവൻ സാബത്ത് ദിവസമാണത് ചെയ്തിരിക്കുന്നത്. അവൻ സാബത്ത് ലംഘിച്ചവനാണ്, പാപിയായ മനുഷ്യനാണ്. അതുകൊണ്ട് ഇവന് സൗഖ്യം നൽകി എന്ന് പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കുവാൻ പറ്റുകയില്ല. അവനോട് ചോദിക്കുന്നു, നിനക്ക് എങ്ങനെ കാഴ്ച ലഭിച്ചു എന്ന്. ഫരിസേയർ അവൻ കൊടുക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. ഈ സംഭവം അവൻ പറയുന്നു, പക്ഷേ അവർ അവനെ പാപിയായ മനുഷ്യനായി ചിത്രീകരിക്കുമ്പോൾ ഈ കാഴ്ച ലഭിച്ച അന്ധൻ പറയുകയാണ് അവനൊരു പ്രവാചകനാണ് എന്ന്. അവനെക്കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിയവന്റെ അനുഭവം യേശു ഒരു പ്രവാചകനാണ് എന്നുള്ളതാണ്. വീണ്ടും അവർ സംതൃപ്തരല്ല. അവർ തന്റെ ഈ അന്ധത ഉള്ളവനായിരുന്നവന്റെ മാതാപിതാക്കളെ വരുത്തി ചോദിക്കുകയാണ്, ഇവൻ തന്നെയാണോ നിങ്ങളുടെ മകൻ? ഇവൻ അന്ധനായി ജനിച്ചവനാണോ? ഇവനാണോ ഇപ്പോൾ കാഴ്ച ലഭിച്ചവനായി ഇവിടെ നിൽക്കുന്നത്? അവർ പറയുകയാണ്, അവന് പ്രായമായി, അവൻ തന്നെയാണ് ഞങ്ങളുടെ മകൻ. പക്ഷെ അവൻ എങ്ങനെ കാഴ്ച ലഭിച്ചു എന്നുള്ളത് അവനോട് തന്നെ ചോദിക്കുക. അവൻ പ്രായമായല്ലോ, അവൻ തന്നെ മറുപടി പറയും. കാരണം സാബത്ത് ലംഘിച്ചവനെ, യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നവരെ
സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കുന്നൊരു നിയമം അന്ന് യഹൂദരുടെ ഇടയിലുണ്ട്. ബീർക്കാത്ത് ഹമിനീം എന്ന് പറയുന്ന അപ്രകാരമുള്ള നിയമം AD 85 യഹൂദരുടെ ഇടയിൽ നിലവിൽ വന്നു. ആ നിയമം അനുസരിച്ച് യേശുവിനെ പരസ്യമായി ഏറ്റുപറയുന്നവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും. ഇതിനെ ഭയന്നാണ് തന്റെ മാതാപിതാക്കള്, ഈ കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കൾ ഇപ്രകാരം അവനോട് ചോദിക്കാൻ പറഞ്ഞ് ഒഴിവാകുന്നത്. അവർ യഹൂദരെ ഭയപ്പെട്ടിരുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. യേശു അവനെ സുഖപ്പെടുത്തിയെന്ന് ഈ ഫരിസേയർ അംഗീകരിക്കുന്നില്ല. അവർ അവനോട് പറയുകയാണ്, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, പാപിയായ യേശു അല്ല ഇത് ചെയ്തത് എന്നവർ പറയുകയാണ്. അവർ ആവർത്തിച്ച് അവനോട് ചോദിച്ചു. പക്ഷെ അവൻ സധൈര്യം ഉത്തരം പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. അല്ലായിരുന്നുവെങ്കിൽ അവൻ ഇപ്രകാരം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന് ഏറ്റുപറയുകയാണ് ഈ കാഴ്ച ലഭിച്ച ജന്മനാലുള്ള അന്ധൻ. അത് കേട്ടപ്പോൾ അവർ അവനെ പുറത്താക്കിയെന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. മാതാപിതാക്കൾ അവരുടെ ശിക്ഷയിൽ നിന്നും ഒഴിവായെങ്കിലും പ്രത്യേകമായിട്ടും ഈ കാഴ്ച ലഭിച്ചവനെ അവര് പുറത്താക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ചോദ്യം ചെയ്യൽ പ്രക്രിയയിൽ നാം കാണുന്ന ഒരു വസ്തുതയുണ്ട്. വിശ്വാസം എന്നുള്ളത് ഏറ്റുപറയുന്ന ഒരു വലിയ കാര്യമാണ്. വിശ്വാസം ഒരു മനുഷ്യന്റെ ജീവിതയാത്രയിലുള്ള അനുഭവമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരി സ്ത്രീയെ കർത്താവുമായി കണ്ടുമുട്ടുമ്പോൾ കിണറ്റിനരികെ വെള്ളം ചോദിച്ചുകൊണ്ട് വരുന്ന യേശുവുമായുള്ള സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അവനെ ആദ്യമായി അവൾ ഒരു യഹൂദനായി മാത്രം കാണുന്നു. അല്പം കൂടി കഴിഞ്ഞ് അവളുടെ ജീവിതത്തിലേക്ക് കടന്ന് യേശു സംസാരിച്ചു കഴിയുമ്പോൾ ആരും അറിയാത്ത രഹസ്യങ്ങൾ യേശു വിളിച്ചു പറയുമ്പോൾ അവന് പ്രവാചകനായി കാണുന്നു. അല്പം കൂടി കഴിഞ്ഞ് ആരാധനയെക്കുറിച്ചുള്ള സംവാദത്തിനിടെ യേശു രക്ഷകനാണെന്ന്, യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന്, മിശിഹായാണെന്ന് അവൾ അംഗീകരിക്കുകയാണ്. അതേ തുടർന്നാണ് അവൾ പട്ടണത്തിൽ ചെന്ന് ഞാൻ മിശിഹായെ കണ്ടു, അവനാണ് മിശിഹ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് ആനയിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ വിശ്വാസത്തിന്റെ വിശ്വാസയാത്രയുടെ വിവിധ തലങ്ങളാണ് നാം കാണുക. അവൾ വിശ്വാസത്തിൽ വളരുന്നവളായിട്ട് യോഹന്നാൻ 4-ൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇതിന് തത്തുല്യമായ ഒരു സംഭവമായി ഈ അന്ധന് കാഴ്ച ലഭിക്കുന്ന സംഭവത്തെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഈ അന്ധൻ ആദ്യം യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയെന്നും അതിനുശേഷം അവൻ പ്രത്യേകമായിട്ടും ഇപ്രകാരം ദൈവത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണെന്നും ഒരു പ്രവാചകനാണെന്നും ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യനാണെന്നും ഒക്കെ പറഞ്ഞിട്ട് അവൻ അവസാനം കർത്താവാണെന്ന് ഏറ്റുപറയുന്ന തലത്തിലേക്ക് ഉയരുന്നതായിട്ട് നാം ഈ വേദഭാഗത്ത് കാണുന്നുണ്ട്. വിശ്വാസത്തിന്റെ വിവിധ ഘട്ടങ്ങള് താണ്ടിയാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയായിട്ട് മാറുക. അതുകൊണ്ട് വിശ്വാസം എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു യാത്രയായി നാം കാണണം. അതിന് പൂർണ്ണതയിൽ ഒരു മനുഷ്യനും ലഭ്യമാവുന്നില്ല. അത് ജീവിതാനുഭവങ്ങളിലൂടെ വളർത്തിയെടുക്കേണ്ട ഒരു വസ്തുതയാണെന്ന് സുവിശേഷകൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഈ സംഭവത്തിലൂടെ. ഈ അന്ധനായ മനുഷ്യന്റെ ജീവിതത്തില് വിശ്വാസത്തിന്റെ ഈ ആഴങ്ങളിലേക്കുള്ള വളർച്ച നാം കാണുന്നുവെങ്കിൽ അതിന് തത്തുല്യമായി തന്റെ പ്രതിയോഗികളായ ഫരിസേയരുടെ മനസ്സ് കഠിനമായി വരുന്നതായിട്ട് നമുക്ക് കാണുന്നു. ആദ്യം അവർ ഈ ഒരു അത്ഭുതം അംഗീകരിക്കുന്നു, അവന് കാഴ്ച ലഭിച്ചു എന്നുള്ളത് അംഗീകരിക്കുന്നു. പക്ഷേ ചോദ്യം ചെയ്യലിനിടയിൽ ആ അത്ഭുതം പോലും അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ക്രിസ്തുവാണ്, യേശുവാണ് അവരെന്നെ സൗഖ്യം നൽകിയതെന്ന് അംഗീകരിക്കുവാനായിട്ട് അവർ വിമുഖത കാണിക്കുന്നു. യേശു പറയുകയാണ് ആത്മീയമായ അന്ധതയെക്കുറിച്ച്. ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് 35 മുതലുള്ള തിരുവചനത്തിൽ യേശു ഈ അന്ധനായ മനുഷ്യനോടുള്ള സംഭാഷണത്തിലൂടെ വിശ്വാസത്തിലേക്ക് നാം ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഈ അന്ധനായ മനുഷ്യൻ കാഴ്ച ലഭിച്ചവനോട് യേശു ചോദിക്കുകയാണ്, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവന് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ യേശു അവനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. അവൻ ചോദിക്കുകയാണ്, അവൻ ആരാണ്?
നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന അവൻ ആണ് മിശിഹ അല്ലെങ്കിൽ കർത്താവ്, മനുഷ്യപുത്രൻ എന്ന് യേശു പറയുന്നു. ഇത് തന്നെയാണല്ലോ സമറിയാക്കാരി സ്ത്രീയുമായുള്ള സംവാദത്തിൽ യേശു പറഞ്ഞത്. നിന്നോട് സംസാരിക്കുന്നവൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ജീവജലം ചോദിക്കുമായിരുന്നു, അവൻ നിനക്ക് ജീവജലം തരുമായിരുന്നു. നിന്നോട് മിശിഹ വന്നു കഴിയുമ്പോൾ ഞങ്ങളെല്ലാം പഠിപ്പിക്കുമെന്ന് പറഞ്ഞവളോട് അവൻ വന്നു കഴിഞ്ഞു, ഈ നിൽക്കുന്നവൻ തന്നെയാണ് മിശിഹ എന്ന് യേശു അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടല്ലോ. ഇതുപോലെ കാഴ്ച ലഭിച്ച ഈ മനുഷ്യനോട് യേശു പറയുകയാണ്, നീ കാണുന്നവൻ, നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ അവനാണ് കർത്താവ്, അവനാണ് നിന്നോട് സംസാരിക്കുന്ന യേശു എന്ന്. അവൻ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ യേശുവിനെ പ്രണമിക്കുന്നതായിട്ട് കാണുന്നു. ഈ അന്ധനായ മനുഷ്യന്റെ ജീവിതത്തില് ക്രിസ്തു അനുഭവത്തിലേക്ക് അവൻ കടന്നു വന്നിട്ട് അതിന് വിവിധ തലങ്ങളിലൂടെ പോകുമ്പോൾ അവൻ ചെന്നെത്തുന്നത് യേശു എന്ന രക്ഷകനിലാണ്. യേശുവിനെ കർത്താവായി കണ്ടുകൊണ്ട് അവനെ പ്രണമിക്കുന്നതിന്, അതേറ്റു പറയുന്നതിന്, കർത്താവെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് അവന് സാധിക്കുന്നു. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരാകുകയും ചെയ്യുന്നു എന്ന് യേശു അവനെ പഠിപ്പിക്കുകയാണ്. കാഴ്ച ഇല്ലാത്തവനായ ഈ അന്ധനായ മനുഷ്യൻ അവൻ യേശുവിലെ കർത്താവിനെ കാണുവാനായിട്ട് അവന് സാധിച്ചു. കാഴ്ചയുണ്ടെന്ന് നടിക്കുന്ന ഫരിസയർക്ക് അന്ധതയാണ് ലഭിക്കുന്നത്. അവർക്ക് പാപമാകുന്ന ആത്മീയ അന്ധതയിൽ തുടരുവാനുള്ള സാഹചര്യമാണ് ലഭിക്കുക. സ്നേഹമുള്ളവരെ, ഈ സംഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ലോകത്തിന്റെ പ്രകാശമായി തീരുവാനായിട്ട് നാം വിളിക്കപ്പെട്ടവരാണ്. യേശു ലോകത്തിന്റെ പ്രകാശമാണ്. തന്റെ ശിഷ്യന്മാരോട് യേശു പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാണ്. ലോകത്തിന്റെ പ്രകാശമായി മാറണമെങ്കിൽ 4 നിബന്ധനകൾ പാലിക്കപ്പെടണം. ഒരാൾ പ്രവർത്തിക്കണം, ആ പ്രവർത്തനം വെളിച്ചത്തിന്റെ പ്രവൃത്തിയായിരിക്കണം. മൂന്നാമത് ദൈവനിശ്ചയമായ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കണം. അത് കേവലം ഒരു ക്രോണോസിൽ നടക്കുന്നതാകരുത്, കൈറോസിന്റെ സമയത്ത് നടക്കുന്നതായിരിക്കണം. ദൈവ നിശ്ചയമനുസരിച്ചുള്ള സമയത്തുള്ള പ്രവൃത്തിയായിരിക്കണം. നാലാമതായി, ദൈവത്തിന്റെ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനത്തിൽ നിഴലിക്കണം. ഇതാണ് 4ാമത്തെ നിബന്ധന. അപ്പോൾ ഒരാൾ ലോകത്തിന്റെ പ്രകാശമായി മാറണമെങ്കിൽ പ്രവർത്തന നിരതമായിരിക്കണം അവന്റെ ജീവിതം. വെളിച്ചത്തിന്റെ അനുയോജ്യമായ പ്രവർത്തനമായിരിക്കണം അവൻ്റേത്. ദൈവത്തിന്റെ ക്രമീകരണം അനുസരിച്ചുള്ള സമയത്തുള്ള പ്രവർത്തനമായിരിക്കണം. ദൈവിക പ്രവർത്തനമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറണം. യേശുവിന്റെ ഈ അടയാളം, യേശു അന്ധന് കാഴ്ച നൽകുന്ന ഈ സംഭവം, ഇപ്രകാരമുള്ള യേശുവിന്റെ പ്രവർത്തനം ദൈവത്തിന്റെ ഹിതമായി അവൻ അനുഭവവേദ്യമാകുന്നു. സ്നേഹമുള്ളവരെ, ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ മിശിഹായെ പരാമർശിക്കുന്ന ഒരു വലിയ ചിന്ത ഇതിന് പിന്നിലുണ്ട്. സീലോഹ എന്ന് പറയുന്ന കുളം അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാക്കുന്ന വാക്കാണ് അതിന്റെ വാച്യാർത്ഥമെങ്കിൽ കർത്താവായ യേശുവിലൂടെ നമുക്ക് രക്ഷ ലഭിക്കണമെന്നും കാഴ്ച ലഭിക്കണമെന്നുമുള്ള ചിന്തയിലേക്ക് നാം ഉയരുകയാണ്. അതുപോലെ തന്നെ ഈ വേദഭാഗത്തിന് നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ അതിന് ക്രിസ്ത്യൻ സമൂഹവും അതുപോലെ യഹൂദ സമൂഹവും തമ്മിലുള്ള ഒരു സംവാദത്തിന്റെ, ഒരു സംഭാഷണത്തിന്റെ, ഒരു എതിർപ്പിന്റെ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലം കാണാം. അന്ധനായ മനുഷ്യൻ ക്രിസ്തു മതത്തെ പ്രതിനിധീകരിക്കുന്നു, ഫരിസേയരാകട്ടെ യഹൂദ മതത്തെ പ്രതിനിധീകരിക്കുന്നു. ക്രിസ്തു അനുഭവത്തിലുള്ള അവന്റെ ആഴപ്പെടലാണ് ഈ അന്ധനായ മനുഷ്യൻ ലഭ്യമാകുക. അതേസമയം തന്നെ ആത്മീയമായ അന്ധതയിലുള്ള അവരുടെ ആഴപ്പെടലാണ് യഹൂദരുടെ ഫരിസേയരുടെ മനസ്സിലുണ്ടാകുക. അതുകൊണ്ട് ഈ വേദഭാഗത്തെ നമുക്ക് ഒരു വശത്തുകൂടി കർത്താവിലുള്ള വിശ്വാസത്തിലുള്ള വളർച്ചയെ കാണുമ്പോൾ അതിനെ എതിർക്കുന്നവർക്കുണ്ടാകുന്ന കാഠിന്യത്തെക്കുറിച്ചുള്ള ചിന്ത കൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് സുവിശേഷകൻ ഈ വേദഭാഗം അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഈ ഞായറാഴ്ച അന്ധന് കാഴ്ച നൽകുന്ന ഈ സമയ ഞായറാഴ്ച നാം ഏവരും ആത്മീയമായ അന്ധതയിൽ നിന്നും ഉണർന്ന് കർത്താവിലൂടെ നമുക്ക് കാഴ്ച ലഭിക്കുന്നതിന്, ആ കാഴ്ച നമുക്ക് മറ്റുള്ളവരെ കൂടി ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നതിനുള്ള ഒരു കാഴ്ചയായി മാറുന്നതിന് പ്രത്യേകമായിട്ട് നമ്മെ തന്നെ ഒരുക്കാം.
കർത്താവിൻ്റെ സാക്ഷികളായി മാറിക്കൊണ്ട് ആ അന്ധനായ മനുഷ്യൻ യേശു എന്നൊരു മനുഷ്യൻ എന്നെ സുഖപ്പെടുത്തിയെന്നും അവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്നും പ്രവാചകനാണെന്നും അവൻ ദൈവപുത്രനാണെന്നും ഉള്ള ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറിയതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിനെ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസം വളരുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോമ്പിന്റെ 6ാമത്തെ ആഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.